ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് തേങ്ങയൊക്കെ അരച്ച് മാങ്ങയൊക്കെ ഇട്ട ഒരു കിടിലൻ കുഴുവക്കറി ഉണ്ടാക്കിയാലോ? കിടിലൻ എന്ന് പറയാനായിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിട്ടത്. മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ, മീൻകറിയുടെ രുചിയൊക്കെ ഒന്ന് വേറെ തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നതായി കണ്ടോളൂ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാങ്ങ, അതേപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ അതാ തേങ്ങ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ചിരണ്ടി എടുത്ത് അരച്ചൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കാം. തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പയ്യെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി, പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് പിന്നെ ഒരു ഇഞ്ചി കഷ്ണവും, അതേപോലെ തന്നെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ അത്രയും മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞും ചതച്ചും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചതച്ച് വെച്ചിരിക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ നന്നായിട്ട് വഴറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാടൊന്ന് കരിഞ്ഞു പോകേണ്ട രീതിയിലൊന്നുമല്ല, അതായത് മൊരിഞ്ഞ് വരേണ്ട രീതിയിലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങാക്കൂട്ടും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല ചാറൊക്കെ നല്ല ഗ്രേവി ആയിട്ട് നല്ല തിക്കായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതേപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ എടുക്കാം. കാരണം ഇത്ര തിക്കായിട്ടിരിക്കുമ്പോഴത്തേക്കും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് മാങ്ങയാണെങ്കിലോ അല്ലെങ്കിൽ പുളിയാണെങ്കിലോ ഇട്ട് കൊടുക്കാൻ നേരത്ത് കുറച്ച് സമയം കൂടുതൽ സമയം ഒന്ന് തിളപ്പിക്കേണ്ട കാര്യമുണ്ടാവും. കാരണം ഇത്രയ്ക്ക് തിക്കായിട്ട് ഇറക്കുന്നതുകൊണ്ട് പുളി ഇളകി വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. എങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കൊഴുവക്കുട്ടനെയും കൂടി ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ഈ കൊഴുവനെ നത്തോലി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ പേര് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിക്കും ഇവിടെ പറയുന്ന കൊഴുവെന്നാണ്. രണ്ട് തരം കൊഴുവയുണ്ട്. സൂചി കൊഴുവെന്ന് പറഞ്ഞൊരു കൊഴുവയുണ്ട്. ആ കൊഴുവൻ ഇപ്പോൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ കാണുന്നത് പോലെ നീളമുള്ള കൊഴുവ, പിന്നെ മേത്ത് വരയുള്ള കൊഴുവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള കൊഴുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നത്തോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നല്ല വൈറ്റ് കളറിൽ നിൽക്കുന്ന നെയ്യുള്ള ഈ സാധനം ഉണ്ടോ. അപ്പോൾ അവനെയും കൂടി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതിനെയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അധിക സമയമൊന്നും വേവിക്കാൻ നിൽക്കരുതും. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് അത്രയും മാത്രം മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം സമയമൊന്നും കൊടുക്കാനും വേണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനെ നമുക്കിവനെ ഇറക്കി വെക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഏറ്റവും അവസാനമാണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിവനെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ പരിപാടിയൊക്കെ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞു. മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനും കൂടെ ആ ചൂടിൽ തന്നെ ഇരുന്ന് റെഡി ആയിക്കോളും. അപ്പോൾ ഒറ്റ തിള മാത്രം മതി. ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇവനെ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചേക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കൊഴുവക്കറി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും കൊഴുവ മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. മാങ്ങയില്ലെങ്കിൽ പുളിയിട്ടായാലും വെക്കാം, സൂപ്പറായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ, അല്ലു.